ഹലോ ഹായ് റോയൽ കസിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. എന്താ മഴയല്ലേ, ജില്ലകളിലൊക്കെ റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. മഴക്കാലമാണല്ലോ, മഴ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചൊന്നും കുറവുണ്ട് കേട്ടോ മഴയ്ക്ക്. ഇത്ര നേരം പെയ്തുകൊണ്ടിരുന്നതാണ് ഇന്നലെ പെയ്ത മഴ. എല്ലാവരും സേഫായിട്ടിരിക്കുക. മഴക്കാല രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക, എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു സൺഡേ വ്ളോഗ് അത്രയേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ കൂടുതലായിട്ടും സൺഡേ മാത്രമേ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. പിന്നെ എന്തെങ്കിലും ഒരു ഫങ്ഷൻസ് നല്ല ചെറിയ ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷൻസൊക്കെ ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ മാത്രമേ ഞങ്ങൾ വീഡിയോ എടുക്കുന്നുള്ളൂ. പിന്നെ കാരണം ബാക്കിയുള്ള വർക്കിംഗ് ഡേയ്സാണ്, എല്ലാവരും പണിക്ക് പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് വീഡിയോസൊക്കെ ഇപ്പോൾ ഭയങ്കര കുറവാണെന്നറിയാം. അപ്പം ഞങ്ങളെപ്പോലെ ആവുമ്പോൾ ഞങ്ങൾ എന്തായാലും വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പം വീഡിയോയിലേക്ക് ഇന്ന് സൺഡേ ആയ സ്ഥിതിക്ക് ഞങ്ങൾ കുറച്ച് ചക്കയൊക്കെ പുഴുങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വീട്ടിലെ പ്ലാവാണ്, അതിൽ ആദ്യത്തെ ചക്കയാണെന്ന് കൊയ്യാൻ പോകുന്നത്. ഇപ്പോൾ പോവാം. ശ്വാസേട്ടൻ വന്നു. ആ മുകളിൽ ഹായ് പൈത്ത് പോയി. നോക്ക് അതിന് നൈസ്. ആദ്യത്തെ ചക്കപ്പണി തന്നു. പുൽക്കാക്ക അമ്മ ചക്ക ഏറ്റാണ് ഗൈസ്. ഞാനിത് മേലെ മെനക്കെട്ടാൽ ഇന്നും നാളെയും തീരെയില്ല. അതുകൊണ്ട് അമ്മ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം അമ്മ അവിടെ നിന്ന് ചക്ക ഇട്ടുന്നുണ്ട്. ഞാൻ അതിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ കേട്ടോ. ഇതിലേക്കുള്ള ചേർക്കാൻ വേണ്ടിയിട്ട് 4 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളിയും ചെറിയ ഇട്ടിട്ടുണ്ട്. പിന്നെ തേങ്ങ ചേർക്കാം, കുറച്ച് ജീരകം ചേർക്കണം. തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് ജീരകം. നമുക്ക് പോയിട്ട് അമ്മേൻ്റെ കറിവേപ്പില തണ്ടിൻ്റെ മുകളിൽ 2 കറിവേപ്പില വരയ്ക്കാം. അമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടി, കാരണം ഇതായി വരുന്നേ ഉള്ളൂ. 4 നല്ല രസമാണ്. മറ്റേ പീടികയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടും എന്തുകൊണ്ടും നല്ലത് നമുക്ക് ഇവിടെ നിന്ന് പറിക്കാം. ഇത്ര ആവശ്യമേ കണ്ടുണ്ടെങ്കിൽ ഒരു കൊലപാതകം നടക്കും. ഹായ് അപ്പു ബില്ലു, എന്താ റെഡി? ഇവനെന്തോ കൊടുക്കുന്നുണ്ടെന്ന് വെച്ചിട്ടാണ് ഓളും കിടന്ന് നിലവിളിക്കുന്നത്. അങ്ങനെ ഞാൻ തേങ്ങ ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി അമ്മ ചക്കയൊക്കെ റെഡിയാക്കിയിട്ട് വരട്ടെ, നമുക്ക് ചക്ക ഉണ്ടാക്കാം. അപ്പോൾ ചക്ക റെഡി ആകുമ്പോഴത്തേക്കും ഞാനൊരു കഥ ചൊല്ലട്ടുമാ. സംഭവം എന്താണെന്നറിയാമോ, ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ, ഇപ്പോഴത്തെ ഫോൺ ഇപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ കിട്ടിയിട്ട്. പുതിയ ഫോണാണേ. എന്താണെന്ന് വെച്ചാൽ പുതിയ ഫോൺ വാങ്ങിക്കേണ്ട സാഹചര്യം വന്നെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണൊന്ന് മിസ്സായിപ്പോയി. അത് വീട്ടിൽ നിന്ന് തന്നെയാണ് മിസ്സായത്. വീട്ടിലെ സിറ്റ് ഔട്ടിൽ അത് സീറ്റുമേൽ വെച്ചതാണ് ഞാൻ. അപ്പോൾ അവിടെ വെച്ച് എങ്കിൽ മിൽമയിൽ പാല് വാങ്ങിക്കാൻ പോകണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മിൽമയിൽ പോയി പാല് വാങ്ങിച്ച് തിരിച്ച് വരുമ്പോൾ ഞാനിത് ഫോൺ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടായിരുന്നേ. പക്ഷേങ്കിൽ എനിക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റിയില്ല. ഫോൺ ഞാൻ ഇവിടെ വെച്ച് മറന്നുപോയി. 2 കുപ്പി മാത്രം എടുത്തിട്ട് വണ്ടിയിലിട്ടിട്ട് പോയതായിരുന്നു. അപ്പോൾ അതിനോട് മറന്നു പോയി. അങ്ങനെ ഞാൻ വന്ന് നോക്കി, എൻ്റെ ഫോൺ എവിടെയും കാണുന്നില്ല. ഞാനപ്പം ഇവിടെ ഏട്ടനും ഉണ്ടായിരുന്നു.
അപ്പോൾ ആളോട് ചോദിച്ചപ്പോൾ ആൾക്കും ഒരു ഇതുമില്ല, അതിനെ പറ്റിയിട്ട് ഒരു അറിവുമില്ല. ഞാൻ വീട് മുഴുവൻ ഞാൻ വിചാരിച്ചു എൻ്റെ ഫോൾട്ട് കൊണ്ട്, അതായത് ഞാൻ എവിടെ വെച്ച് മറന്നു പോയതായിരിക്കും, എനിക്ക് ഓർമ്മ കിട്ടാത്തത് കൊണ്ടായിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ എല്ലായിടത്തും പോയി പരതി നോക്കി. ഒരു സ്ഥലത്ത് ഞാൻ വെക്കൂല, എന്തായാലും അലമാരയിലൊന്നും വെക്കൂല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. എന്നാലും നോക്കി അലമാര മുഴുവൻ കൊട്ടഞ്ഞ് മാറ്റി നോക്കി എന്നൊക്കെ പറയാം. ഒക്കെ നോക്കി അവസാനം കണ്ടില്ല. അപ്പം എനിക്ക് ആകെ ബേജാറായി. കാരണം ഞാൻ ഫോൺ എടുത്തിട്ട് 6 മാസത്തെ അടവ് അടച്ച് 2 മാസം ആവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും 1 കൊല്ലം ആയിട്ടില്ല. അത് ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു ഫോണാണ്. എനിക്ക് എൻ്റെ സ്വാസറിൻ്റെ കസിൻ വിഷ്ണു ഓൻ പറഞ്ഞിട്ട് ഓൻ്റെ ഫോണാണ്, ഓൻ്റെ സെയിം ഫോൺ ഓൻ എനിക്ക് വാങ്ങി തന്ന, നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞാനത് വാങ്ങിച്ച ഫോണായിരുന്നേ. അപ്പോൾ അത് പോയി. എനിക്ക് ആകെ ബേജാറായി. ഞാൻ പിറ്റേ ദിവസം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത്. അപ്പം അവരെനിക്ക് ലൊക്കേഷനൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ ഞാനവിടെ പോയി കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ തന്നെ എന്തായാലും ബാലുശ്ശേരിയിലുള്ള പോലീസ് സ്റ്റേഷനിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര എന്താ പറയണ്ടേ, അവരെ ജോലി അവർ പെട്ടെന്ന് എല്ലാ കാര്യത്തിലും ഭയങ്കര ഇന്നസെൻ്റാണ് അവരെനിക്ക് തോന്നുന്നു. അവർ നന്നായിട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അങ്ങനെ അവരെനിക്ക് സൈബർ സെല്ലിൽ നിന്ന് ലൊക്കേഷൻ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഫോണിലേക്ക് വിളിക്കുമ്പം ഇപ്പോൾ ഒരാളെടുത്ത് പോയതാണെങ്കിൽ തന്നെ എന്താ പറയുക, നമ്മൾ ഈ ആൾ സ്വിച്ച് ഓഫ് ചെയ്യുമല്ലോ. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് അല്ലായിരുന്നു, ഞങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു. അന്നലെ മുതലേ എൻ്റെ എല്ലാ കസിൻസും ഒക്കെ മാറി വിളിക്കുന്നുണ്ട്, ഓഫീസിൽ നിന്ന് വിളിക്കുന്നുണ്ട്, എല്ലാവരും വിളിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ റിങ് അടിയുന്നുണ്ട്, ഫുള്ള് റിങ് അടിയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരാളെടുത്തതല്ല, ഒരാളെടുക്കുകയാണെങ്കിൽ ആൾ ആദ്യം സ്വിച്ച് ഓഫ് ചെയ്യണമല്ലോ. അത് സ്വിച്ച് ഓഫ് ചെയ്തിട്ടില്ല. അപ്പോൾ പോലീസുകാരതാണ് പറഞ്ഞത്, ചിലപ്പോൾ ആരും എടുത്തതായിരിക്കില്ല, വേറെ എന്തെങ്കിലും വഴി അത് പോയതായിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ലൊക്കേഷൻ എടുത്ത് നോക്കിയുമ്പോൾ ഞങ്ങളെ വീടിൻ്റെ ഞാൻ വരുന്ന റോഡിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഭാഗത്തുള്ള സ്ഥലത്ത് തെങ്ങിൻ്റെ മുകളിലാണ് എനിക്ക് ലൊക്കേഷൻ കിട്ടിയത്. ഞാനും ശ്വാസം നടന്ന് ഒരു പരിധി നമുക്ക് എവിടെയാണെന്ന് മനസ്സിലാകില്ല. അങ്ങനെ ഞാൻ ശ്വാസേട്ടൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടിയിട്ട് പോലും നോക്കുമ്പോൾ ഒരു കറക്റ്റ് സ്ഥലം കിട്ടിയത് തെങ്ങിൻ്റെ മുകളിലേക്കാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ഒരാൾ കയറണമല്ലോ. അപ്പോൾ ഞങ്ങളെ ശ്വാസേട്ടൻ്റെ വേറൊരു ഫ്രണ്ടുണ്ട്, ആളെ കൊണ്ട് കയറ്റിച്ച് നോക്കുമ്പോൾ അവിടെയും എന്തില്ല, ഫോണില്ല. അപ്പോൾ സംഭവം എന്താ പറയുക, ഒന്നെങ്കിൽ കാക്കയോ പരുന്തോ അല്ലെങ്കിൽ ഏതെങ്കിലും കരങ്ങന്മാരോ കൊണ്ടുപോയതാണ് ആ ഫോണ്. അയ്യോ, എനിക്കിനി എന്താ പറയുക, ഞാൻ സ്വന്തമായി വാങ്ങിച്ച് അടവൊക്കെ അടച്ച് കഴിഞ്ഞ് 2 മാസം കണെങ്കിൽ പോതി തീർന്നിട്ടില്ല ഫോൺ വാങ്ങിച്ചിട്ട്. എന്നിട്ട് അതെനിക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്. കൂടുതലത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്, കാരണം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി, കാരണം അത് ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. അവിടുന്ന് പോയ ലാസ്റ്റ് ലൊക്കേഷൻ അതായിരുന്നു. പിന്നെ ഫോൺ സ്വിച്ച് ഓഫായി, കാരണം എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. ഒരു കാലത്ത് എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടാവാറില്ല. എല്ലാവരും ഞാൻ ചെയ്ത് പറയും, ഒന്നെങ്കിൽ എൻ്റെ ഫോൺ എപ്പോഴുള്ള വിഷയമാണ്, സൈലൻ്റ് ആയിരിക്കും, ചാർജും ഉണ്ടാവില്ല. എന്നാൽ ഞാൻ അങ്ങനെ ഫോൺ കൊണ്ടാക്കാറുള്ളൂ. പ്രത്യേകിച്ച് സൈലൻ്റ് ആക്കുന്നത് എന്താ വെച്ചാൽ, എനിക്ക് ഓഫീസിൽ അധികം സൗണ്ടിൽ ഈ റിംഗ് ടോൺ അടിയണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ സൗണ്ട് സൈലൻ്റ് ആക്കി വെക്കുന്നത്. വീട്ടിൽ വന്നാലും മറന്നു പോകാതെ സൈലൻ്റിന്. അതുകൊണ്ട് ഇവരൊക്കെ എന്നെ നല്ലോണം ചീത്ത അറിയാറുണ്ട്, സൈലൻ്റ് ആക്കി എന്തിന് വെക്കുക എന്നൊക്കെ ചോദിച്ചാൽ. കാരണം ഞാൻ അറിയില്ല, ഫോൺ വിളിച്ചാലും ഞാൻ അറിയില്ലല്ലോ. അപ്പോൾ അത് അത്യാവശ്യത്തിന് വിളിച്ചാൽ എന്നെ കിട്ടിയില്ല മര്യാദയ്ക്ക്, അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അപ്പോൾ ഈ ഒരു റീസൺ കൊണ്ടും ആ ഫോണ് വേഗം സ്വിച്ച് ഓഫായി. കാരണം ഇവർ തലേന്ന് ദിവസം മുതലേ വിളിച്ചുകൊണ്ട് നടക്കുന്നതാണല്ലോ, അതുകൊണ്ട് അതും അങ്ങനെയും പോയി. പിന്നെ എന്താ പറയുക, അങ്ങനെ അന്ന് രാത്രി ഭയങ്കര ഈ ലൊക്കേഷൻ കിട്ടിയപ്പോൾ അന്ന് രാത്രി വേറെ നിവൃത്തിയില്ല. അന്ന് രാവിലെ മുതലേ കയ്യിൽ ഫോണില്ല, ഒന്നും അറിയുന്നില്ല. ഓഫീസിലുള്ള ആൾക്കാർ പോലും എൻ്റെ കഥ അറിയുന്നില്ല. കാരണം അവർ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അവർ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നീട് ഓഫീസിൽ പോയ സമയത്ത്. അപ്പോൾ അങ്ങനെ ഒന്നും നടക്കുന്നില്ല.
എനിക്ക് ഭയങ്കര വിഷമമായി, സങ്കടം സഹിക്കാൻ വയ്യാതായി. ഞാനങ്ങനെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ശ്വാസേട്ടൻ രാത്രി വന്ന് എനിക്ക് സർപ്രൈസ് പോലെ ഒരു പുതിയ ഫോൺ എനിക്ക് ആളെ അടവിനെടുത്ത് തന്നിട്ടുണ്ട്. സർപ്രൈസ് ഒന്ന് ഗിഫ്റ്റാക്കിയിട്ട് തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അമ്മെങ്കിൽ സങ്കടം ഒന്ന് സഹിക്കാൻ തീരെയും വയ്യില്ല. കാരണം എൻ്റെ ഒരു ഭാഗത്ത് എൻ്റെ ഒരു ഫോൾട്ട് കൊണ്ട് പോയതാണത്. എൻ്റെ ശ്രദ്ധയില്ലായ്മ മൂലം പോയപ്പോൾ ആർക്കും ഒരു നഷ്ടം, പ്രത്യേകിച്ച് ഞങ്ങൾ എന്താ പറയണ്ടേ, ഒരു കടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കൊണ്ടുപോകാൻ മാക്സിമം നോക്കുന്ന സമയത്താണ് ഇങ്ങനൊരു പറ്റിയത്. അപ്പോൾ എനിക്കത് ആലോചിച്ചപ്പോൾ എനിക്ക് ആ ഫോൺ എന്നെ ആളെ സർപ്രൈസ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ അകത്ത് അടുക്കളയിൽ എന്തോ പണിയും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പറഞ്ഞു എൻ്റെ വണ്ടീൻ്റെ അകത്ത് എന്തോ സോപ്പ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എനിക്കെടുത്ത് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ടല്ലോ, പിന്നെന്താന്ന് പറഞ്ഞു. എന്നാൽ അല്ല, എനിക്കത് ഡെറ്റോൾ സോപ്പാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ട് അതൊന്ന് പോയി എടുക്കുമോ എന്നൊക്കെ പറഞ്ഞു. നമ്മളങ്ങനെ പോയി നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഡെറ്റോൾ സോപ്പല്ല, പകരം ഓപ്പോൻ്റെ ഒരു ഫോണാണ്. അയ്യോ, എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ മറ്റേത് പോയതിൽ നല്ല വിഷമമുണ്ട്. ഇത് എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല. എനിക്കൊരു പഴയ ഫോണുണ്ട്, അത് ഡിസ്പ്ലേ മാറ്റിയിട്ട് യൂസ് ചെയ്യാമെന്ന് കരുതിയതായിരുന്നു. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അതാ ഞാൻ ചെറിയൊരു കഥ പറയാം. ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചതാണ്, ഒരു സ്റ്റോറിയാണ്. ഈ അടുത്ത് ഇപ്പോൾ ഏകദേശം ഒരു 1.5 ആഴ്ച ആയിട്ടുണ്ടാവും സംഭവം നടന്നിട്ട്. അപ്പോൾ നിങ്ങളോടും കൂടെ ഈ കാര്യം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അമ്മ ചക്കയൊക്കെ നന്നാക്കി കൊണ്ടു തന്നു. അധികം മൂത്തിട്ടില്ല ചക്ക. മൂത്ത ചക്കയാണെങ്കിൽ ഇന്നാളത് അത് ചീഞ്ഞും പോയിട്ടുണ്ട്, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഉള്ളത് അധികം മൂത്തിട്ടില്ല, എന്നാലും നമുക്ക് ചെറിയൊരു കുയിക്ക് വെച്ച് നോക്കാതുകൊണ്ട്. അമ്മ ഇതേ ചക്കയൊക്കെ റെഡിയാക്കി സെറ്റാക്കി കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ. അധികം മൂക്കാത്ത ചക്കയാണ് ഇപ്പോൾ കിട്ടിയത്. മറ്റേ ചക്ക നിങ്ങൾ കണ്ടല്ലോ, ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു, കേട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ചക്കയിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് ഞാൻ അടുപ്പത്ത് വെക്കാൻ പോകാം കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് ആവട്ടെ അല്ലേ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ചക്ക മൂക്കാത്തതിനെ കൊണ്ട് ചെറിയൊരു വിഷയം മാത്രം, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല ചിക്കൻ കറിയും കൂട്ടിയിട്ട് അതൊക്കെ കഴിച്ച് നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ചു. എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്ന് ഭയങ്കര മഴ തന്നെയാണല്ലേ. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ചില സ്ഥലത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് എന്നൊക്കെ കാണുന്നുണ്ട് ന്യൂസിലൊക്കെ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.